ചോറ് മാത്രമല്ല കാളാഞ്ചി മീൻ നിൽക്കുവാണ്. അങ്ങ് കാളാഞ്ചി മീനാ പോത്താച്ചി മീനാ എന്താച്ചാ പിടിച്ചേരാ ബാക്കുണ്ട്. അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടും. നല്ല സീനൊക്കെ പോണ നേരം നോക്കാണ്. വലിയ മൂസാടും ചെറിയ മൂസാടും എങ്ങട്ടാ പോണ്? രാവിലെ തന്നെ ആധാരം ഇതിന് ഓഫീസിന്റെ അവിടെ വാപ്പാനും മോനും കൂടി കണ്ടല്ല. മൂസാടിന്റെ വല്ല സ്ഥലക്കച്ചമാറ്റം നടന്ന നമ്മളെന്തിനാ അങ്ങനെ അഭിപ്രായം പറയുന്നത്? മൂസാടിനെ വിളിച്ച് ചോദിക്കാല. മൂസാക്ക നിക്കി, നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്ട്. ഞങ്ങളെ ചോറും മീനും തിന്നാൻ പോവാണ്. ഇപ്പൊ ഇരിക്കാനും നിൽക്കാനും നേരമില്ല. നിങ്ങൾ അവിടെ നിക്കിന്റെ മൂസാക്ക ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ചോദിക്കാണ്ട്. എല്ലാ ആധാരം കയ്യിലുണ്ടല്ലോ. പുതിയ സ്ഥലമൊക്കെ വാങ്ങിച്ചില്ലേ? ഇതേ സ്ഥലത്തിന്റെ ആധാരല്ല. ഞങ്ങളെ ചോറും മീനും തിന്നാൻ പോവാണ്. അവിടെ തിന്നാ ഇരിക്കുമ്പോ ഒരു വിലയാണ്, തിന്നതിന്റെ ശേഷം വേറൊരു വിലയാണ്. നമ്മളെ തിന്നാനുള്ള സാധനത്തിന്റെ വില ആദ്യം ഇതിൽ എഴുതി ഒപ്പിട്ടുണ്ട് വാങ്ങി. ഈ പേപ്പർ ഉണ്ടാകുമ്പോഴേ പിന്നെ അവർക്ക് നമ്മളോട് തല്ലുംപൊടി ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാരുണ്ട് ലോകത്ത്. ചോറും മീനൊന്നും കിട്ടാത്ത മാതിരി അവിടെ പോയിട്ട് ഇങ്ങനെ നാവ് നട്ട് ഇങ്ങനെ നിൽക്കുക. ഈ വയസ്സായ എനിക്ക് തല്ലുംപിടിക്കും വള്ളത്തിനൊന്നും പോകാൻ വയ്യ. അവര് ജനങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടാണ് ഞാൻ മുദ്ര പേപ്പറായിട്ട് പോകേണ്ട ആവശ്യം വന്നത്. ഇത് എല്ലാവർക്കും ഒരു പാഠമുണ്ട്.